എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് റീബൽ ഖനഗദര പ്രൗഢ ശംദുനി അധുരി റിയാന്ധുര രഗർധുന ലമർഷദാന പ്രബോധന അത്ഭുത രഗർധുനി ആന്തല രഗശങ്ദര ബൗഡമതികൾ ഖനഗദേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു പിതാവേ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു യേശുവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ലേമാ ബ്രോഗോ ഷതേന ഗ്രബാന്തോരോ റാൽ ബ്രാഷന്തലഗാഷതലബ. അന്യഭാഷകളിൽ എല്ലാ ദൈവമക്കളും, എന്നെ കാണുന്ന എല്ലാ ദൈവമക്കളും ആത്മഭാഷകളിൽ ഇപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങിയാണ്. എല്ലാ ദൈവമക്കളും നിങ്ങളിരിക്കുന്ന 7:30 വരെയാണ് നമ്മുടെ മീറ്റിംഗ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂർ ദൈവവചനം കേൾക്കാൻ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും അതിൽ വരികയില്ല. അരമണിക്കൂർ പ്രാർത്ഥനയിൽ നിങ്ങൾ ചെലവിടാനായി തയ്യാറാകുക. യേശുവിൻ്റെ നാമത്തിൽ മറ്റെല്ലാ ചിന്തകളും മറ്റെല്ലാ ഡ്യൂട്ടീസും നിങ്ങൾ കഴിയുമെങ്കിൽ മാറ്റിവെക്കുക. ഒരു അരമണിക്കൂർ മാറ്റിവെക്കുക. ഈ മീറ്റിങ്ങിൻ്റെ റെക്കോർഡിങ്ങിന് ശേഷം കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കൂടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ തന്നെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അതിൻ്റെ അനുഭവം വേറെയാണ്, അതിൻ്റെ അനുഭവം വേറെയാണ്. പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അനുഭവം വേറെയാണ്. ഹോളി സ്പിരിറ്റ് കർത്താവേ, ഈ നല്ല സായാഹ്നത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവേ, ഈ യൂട്യൂബിലും സൂമിലും കാണുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവമേ, ദൈവമഹത്വവും ദൈവ സാന്നിധ്യവും ദൈവശക്തിയും ദൈവിക ആരോഗ്യവും ദൈവത്തിൻ്റെ ദൂതും ആമേൻ, ദൈവത്തിൻ്റെ പ്രവചന ശബ്ദങ്ങളും വചനം കൊണ്ടുള്ള വിടുതലും എല്ലാം തടയുന്ന എല്ലാ അശുദ്ധ മേഖലകളെയും അശുദ്ധ മണ്ഡലങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ സഭയായി അതിനെ ബ്രേക്ക് ചെയ്ത് ബന്ധിക്കുന്നു, ശാസിക്കുന്നു. ഈ ജനത്തോട് ദൈവവചനം സംസാരിക്കത്തക്ക നിലയിൽ, ആമേൻ, സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ വചനത്തെ തടയുന്ന എല്ലാ രൂപികളെയും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ഈ ജനത്തെ ദൈവവചനം കേൾക്കാൻ അനുവദിക്കാതെ അവരുടെ ബുദ്ധിയെ ബന്ധിക്കുന്ന, അവരുടെ ദൈവ സാന്നിധ്യം തടയുന്ന, അവരുടെ വിടുതലുകളെ തടയുന്ന എല്ലാ അശുദ്ധ മേഖലകളെയും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ഈ മുറിക്കകത്ത് ദൈവ സാന്നിധ്യം തടയുന്ന, വചനം വെളിപ്പെടാത്ത തരത്തിൽ, മർമ്മം വെളിപ്പെടാത്ത തരത്തിൽ, ദൂതുകൾ വെളിപ്പെടാത്ത തരത്തിൽ, ആത്മസാന്നിധ്യം മറച്ചിട്ടുകൊണ്ട് വ്യാപരിക്കുന്ന സകല അശുദ്ധ വ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തതിനെ ബ്രേക്ക് ചെയ്യുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Oh, the Jesus Christ. കർത്താവായ യേശുവിന്റെ നാമം ഇതിനകത്ത് മഹിമപ്പെടട്ടെ. യേശുവിന്റെ നാമം ഇതിനകത്ത് മഹിമപ്പെടട്ടെ. ഇന്നത്തെ ദൈവവചനത്തിൽ തന്നെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. 5 വൻകരകളെ പരിശുദ്ധാത്മാവ് തൊടണം. ദൈവാത്മാവേ, അനേകർ ഇനി മാനസാന്തരപ്പെടാനുണ്ട്, അനേകർ വിടുവിക്കപ്പെടാനുണ്ട്, അനേകർ സ്നാനമേൽക്കാനുണ്ട്, അനേകർ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാനുണ്ട്, അറിഞ്ഞവർ ഇനിയും വിശ്വാസത്തിൽ ഉറയ്ക്കാനുണ്ട്, പിന്മാറ്റക്കാരുണ്ട്. അവരുടെ എല്ലാം അരികിലേക്ക് ഈ പ്ലാറ്റ്ഫോമിലെ ദൈവവചനത്തെ അവിടുന്ന് സ്വർഗീയ ചിറകുകൾ വച്ചുപിടിപ്പിച്ച് അവരുടെ അരികിലേക്ക് അയക്കണമെന്നും അവരുടെ ശ്രദ്ധയിൽ ഈ സന്ദേശങ്ങളെ എത്തിക്കണമെന്നും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരാത്മാവ് മുഴു ലോകത്തേക്കാൾ വിലയുള്ളതെന്ന് കർത്താവ് ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നു ആത്മാവിൽ ജീവനുള്ള ഒരു കൂട്ടത്തെ ദൈവാത്മാവ് ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരുക്കിയെടുക്കണമേ. ഈ ജനത്തിനെല്ലാം ദൈവവചനത്തോട് ഭയങ്കരമായ ഒരു ദാഹം ഉണ്ടാകട്ടെ. ഇവരെല്ലാം യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങട്ടെ. ഇവരെല്ലാം എൻ്റെ യേശുവിനെ കുറിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങട്ടെ. ഇവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ സാക്ഷികളായി മാറട്ടെ. ദൈവമേ, ഇവർ അനുഭവിക്കുന്ന ദൈവിക സമാധാനം ഇവരുടെ സുഹൃത്തുക്കളോട് ഇവർ പറയാൻ തുടങ്ങട്ടെ.
ഇവരനുഭവിക്കുന്ന ദൈവിക സ്വസ്ഥത, ഇവരനുഭവിക്കുന്ന ദൈവിക ആശ്വാസം ഇവരുടെ കൂടപ്പിറപ്പുകളോട് പറയാൻ തുടങ്ങട്ടെ. ഇവർ അനേകരുടെ അരികിലേക്ക് ദൈവവചനവുമായി എത്തിച്ചേരട്ടെ. സ്വർഗമേ, അങ്ങനെ ദൈവം ഇവരെ ഒരുക്കിയെടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തി, ശക്തിയോടെ കരങ്ങൾ ഉയർത്തി, ശക്തിയോടെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. വലിയ ദൈവമഹത്വം, വലിയ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല സായാഹ്നത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സൂമിലും യൂട്യൂബിലും ഒക്കെയായി ആമേൻ ആമേൻ വളരെ ദാഹത്തോടെ പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഗ്ലോറി ടു ജീസസ്. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ മധ്യേ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് 7:30 വരെയാണ്. അതുകൊണ്ട് നമ്മൾ അല്പം നേരത്തെ ഇന്നത്തെ മീറ്റിംഗ് മെസ്സേജ് ആരംഭിക്കുകയാണ്. നമുക്കിന്നത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 Corinthians chapter 7 verse 10. For godly grief produces a repentance that leads to salvation without regret, whereas worldly grief produces death. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, for godly grief, അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. produces a repentance that leads to salvation without regret. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. whereas worldly grief produces death. ഒന്നുകൂടെ ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. രണ്ട് തരത്തിലുള്ള ദുഃഖത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലൻ തന്നെ ഇവിടെ ഒരു ദുഃഖത്തിനകത്തിരുന്നു കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു അനുതാപത്തോടെ ഇരുന്നു കൊണ്ടാണ് ഈ ലേഖനം കൊരിന്തിലേക്ക് 2ാമത് എഴുതുന്നത്. എന്തുകൊണ്ടാണ് അനുതാപം എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ലേഖനത്തിനകത്ത് വളരെ ഷാർപ്പായിട്ടുള്ള വേർഡുകളാണ് അപ്പോസ്തലൻ യൂസ് ചെയ്തിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ട ദൈവ സാന്നിധ്യത്തിൽ സഭ വളരേണ്ടതിന് പകരം സഭയ്ക്കകത്തുള്ള ദൈവ സാന്നിധ്യത്തെ ആട്ടിപ്പുറത്താക്കുന്ന നിലയിൽ സഭയ്ക്കകത്തുള്ള ഒരു വ്യക്തി തൻ്റെ 2ാം അമ്മയുമായി അവിശുദ്ധ കൂട്ടുകെട്ട് അല്ലെങ്കിൽ അവിശുദ്ധ ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം അപ്പോസ്തലൻ അറിയുകയും സഭയിലുള്ള മൂപ്പന്മാർ അറിഞ്ഞുകൊണ്ടോ അറിയാത്തത് കൊണ്ടോ, സഭയിൽ ഒരു വ്യക്തി നഷ്ടമാകുമെന്നുള്ള ഭയം കൊണ്ടോ അല്ലാത്തത് കൊണ്ടോ, അത് തട്ടിവിലക്കാത്തതിന്റെ പേരിൽ ശാസിച്ചുകൊണ്ട് നിർബന്ധമായും സഭയിൽ ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകൾ വെച്ച് പൊറുപ്പിക്കരുത്, ശക്തമായ താക്കീതുകൾ ഈ വിഷയത്തിൽ നൽകണമെന്നുള്ള ഉദ്ദേശത്തോടെയും നിർദ്ദേശത്തോടെയും താൻ ഒരു ലേഖനം എഴുതിയത് സഭയിൽ ചിലർക്ക് വേദന ഉളവാക്കി. എന്നാൽ അതിനേക്കാൾ വേദന അപ്പോസ്തലന് ഉണ്ടാകുകയാണ്. അതിനേക്കാൾ ഒരു വേദന അപ്പോസ്തലൻ ഇവിടെ ഉണ്ടാകുകയാണ്. അവർക്ക് വേദന വന്നിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു വേദന ഇവിടെ നമുക്കത് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിന്റെ പശ്ചാത്തലം അതാണ്. എന്നാൽ 2 തരത്തിലുള്ള ദുഃഖത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുന്നുണ്ട്. ദുഃഖമില്ലാത്ത ആരും ഈ ഭൂമിയിൽ ഇല്ല, എല്ലാവർക്കും ദുഃഖമുണ്ട്. എന്നാൽ ഈ ഗുണമുളവാക്കുന്ന, നന്മയ്ക്കുതകുന്ന ഒരു ദൈവത്തിന്റെ ജീവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ചില ദുഃഖങ്ങളുണ്ട്. അവരാമേൻ പറയാൻ പറ്റുമോ?
നമ്മുടെ ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ചില ദുഃഖങ്ങൾ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. ഗ്ലോറി ടു ജീസസ്. 7-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യമാണ്. ആമേൻ. 8-ാമത്തെ വാക്യം നോക്കിക്കേ. 8-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുചെന്നേ. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറച്ചു നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചു എങ്കിലും ഞാൻ ഇപ്പോൾ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തിരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാത്തവണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. നോക്കിക്കേ, ഇവിടെ കാണുന്ന ഈ ഒരു ദുഃഖം എന്ന് പറയുന്നത് ദൈവഹിതത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖമാണ്. നോക്കൂ, ഇവിടെ കാണുന്ന 3 തരത്തിലുള്ള ഒരു ദുഃഖം നമുക്ക് ഇതിനകത്ത് വേർഡുകളെ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചാൽ കാണാൻ കഴിയും. ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖത്തിന്റെ പുറകിൽ ഒരു ദൈവിക ഉദ്ദേശം ഉണ്ടോ ഇല്ലയോ എന്നത്. നമുക്ക് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അറിയാൻ കഴിയുമോ? നിശ്ചയമായിട്ടും നമുക്ക് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അറിയാൻ കഴിയും. ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്തിന്റെ പ്രത്യേകത, ദുഃഖം വന്നാലും നമ്മൾ അതിനകത്തും ജീവിക്കും. ഒന്ന്, ദുഃഖം വന്നാലും നമ്മൾ അതിനകത്ത് ജീവിക്കും. ദുഃഖം വന്നാലും നമ്മളിലൂടെ തന്നെ ദൈവം ആ ഒരു ദുഃഖത്തെ തരണം ചെയ്യിക്കും. 3, ആ ദുഃഖത്തിന്റെ കാരണത്തെ നമ്മുടെ പ്രാർത്ഥനയാൽ തന്നെ ദൈവം വിടുവിക്കും. പ്രശ്നത്തോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ അസോസിയേഷൻ നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ഇവിടെ സഭയ്ക്കുണ്ടാകുന്ന ഒരു ദുഃഖം ലേഖനത്താലും, അപ്പോസ്തലനുണ്ടാകുന്ന ഒരു ദുഃഖം അവർ വേദനിച്ചതിനാലും ആണ്. എങ്കിലും ഇപ്പോൾ അപ്പോസ്തലൻ സന്തോഷിക്കുന്ന ഒരു കാര്യം, അവരുടെ ദുഃഖം ഒരു രക്ഷയ്ക്കുതകുന്ന മാനസാന്തരത്തിന്റെ രീതിയിൽ ദൈവം മാറ്റിയെടുത്തു. ഞാൻ ഇന്ന് ആത്മാവിൽ ഈ മെസ്സേജിൽ അകത്ത് നിന്നുകൊണ്ട് ഒരു പ്രവചന ദൂതായി നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾ ദുഃഖിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ ദുഃഖത്തെ പ്രതി, നിങ്ങളുടെ അല്പസമയത്തെ ദുഃഖത്തെ പ്രതി ഒരു വലിയ രക്ഷയുടെ മാനസാന്തരം ചിലരുടെ ജീവിതത്തിനകത്തുണ്ടാകും. വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോസ്തലൻ അല്പസമയം ദുഃഖിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോസ്തലൻ അല്പസമയം ഒന്ന് ദുഃഖിച്ചു. എന്തുകൊണ്ട്? താൻ സ്നേഹിക്കുന്നവർ വേദനിച്ചതുകൊണ്ട്. ശ്രദ്ധിച്ച് കേട്ടല്ലോ. അപ്പൊ അപ്പോസ്തലൻ ഒരല്പസമയത്തേക്ക് ദുഃഖിച്ചു. അദ്ദേഹത്തിന്റെ എഴുത്തിനാൽ ചിലർ വേദനിച്ചല്ലോ, അദ്ദേഹത്തിന്റെ പ്രസംഗത്താൽ ചിലർ വേദനിച്ചല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള വാക്കിനാൽ ചിലർ വേദനിച്ചല്ലോ. അത് ചെറിയ ദുഃഖം. ഇത് ദൈവത്താൽ നിയോഗിതമായി എഴുതിയ ലേഖനവും ദൈവാത്മാവിനാൽ സമ്മിശ്രമായ ഒരു ലേഖനവും ആകയാൽ ആ ദുഃഖം ദൈവഹിതമാണ്. 2, ഇത് വായിച്ചവരിലേക്ക് അപ്പോസ്തലന്റെ ദുഃഖം അങ്ങോട്ട് പതിയാണ്. ഞങ്ങൾ പാപം ചെയ്തു പോയല്ലോ. ക്ലിയർ? ഇയാൾ എന്തെടുത്താ ഞങ്ങൾക്ക് എഴുതിയെന്നുള്ള ദുഃഖമല്ല, ആ ലേഖനം അവർക്കുണർത്തുകയാണ്. ശരിയാണ്, ആത്മാവ് വസിക്കുന്ന ഞാൻ സഭയിൽ ചെയ്തതും അനുവദിച്ചതും തെറ്റായ കാര്യമാണ്. ആത്മാവിൽ ജീവിക്കുന്ന ഞാൻ ഈ തെറ്ററിഞ്ഞിട്ടും തിരുത്താൻ വേണ്ടി മുൻപോട്ട് വരാത്തത് തെറ്റാണ്. ശരിയാണ്, അപ്പോസ്തലൻ ഇത്രത്തോളം ദുഃഖമുണ്ടാകും എന്ന തിരിച്ചറിവിനാൽ ഉള്ള ദുഃഖം ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഇന്ന് വീട്ടിനകത്തുള്ള ആർക്കൊക്കെയോ വേണ്ടി, സ്വന്തമായിട്ടുള്ള ആർക്കൊക്കെയോ വേണ്ടി, കൂടെ പാർക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് നീ അല്പ ദുഃഖം അനുഭവിക്കുന്നു എങ്കിൽ നിന്റെ ഹൃദയത്തിലെ ദുഃഖം അവരുടെയും ഹൃദയത്തിലെ ദുഃഖമായി ദൈവാത്മാവ് മാറ്റും. ആ വ്യക്തി ക്രിസ്തുവിൻ നേടണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തതിനെ പ്രതി അവരൊരു ദുഃഖം അനുഭവിക്കുന്നുവെങ്കിൽ ഇന്നത്തെ
അവരെ കുറിച്ച് തന്നെയുള്ള ഒരു ദുഃഖമായി മാറും. നീ ദുഃഖിച്ചതിനെ പ്രതി അവർ ദുഃഖിക്കുന്ന ഒരു സമയം വരുന്നു. നീ വേദനിച്ച കാര്യത്തിനു വേണ്ടി അവർ വേദനിക്കുന്ന ഒരു സമയം വരുന്നു. നീ പ്രാർത്ഥിച്ച വിഷയത്തിനു വേണ്ടി അവരും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം വരുന്നു. നീ പ്രാർത്ഥിച്ച വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം ഒരുക്കും. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നേടിയ വ്യക്തി നിങ്ങളുടെ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ദൈവം ഒരുക്കും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ആക്ഷേപിക്കുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിഹസിക്കുന്നുവെങ്കിൽ, ഇന്ന് ഇതിന് കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ, നാളെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയും, നാളെ നിങ്ങളുടെ ശുശ്രൂഷ തഴച്ചു വളരാൻ വേണ്ടിയും, നാളെ നിങ്ങളിലൂടെ അനേക ആത്മാക്കൾ നേടാൻ വേണ്ടിയും നീ പ്രാർത്ഥിച്ച വ്യക്തി നിനക്കു വേണ്ടി പ്രയോജനപ്പെടും. നിങ്ങൾ പ്രാർത്ഥിച്ച വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിനു വേണ്ടിയും പ്രയോജനപ്പെടും. ഒരാമേൻ പറയാൻ പറ്റുമോ? ഇന്ന് കൊരിന്ത് സഭ ഒരു ദുഃഖം അനുഭവിക്കുന്നുവെങ്കിൽ അതൊരു ലേഖനം വായിച്ചിട്ടാണ്. ആത്മാവുള്ള ലേഖനം, ആത്മാവിന്റെ വ്യസനത്തോടെയുള്ള ഒരു ലേഖനം. എന്നാൽ അല്പസമയത്തേക്ക് ദുഃഖിച്ച അപ്പോസ്തലൻ, ഗ്ലോറി ടു ജീസസ്, അല്പസമയത്തേക്ക് ദുഃഖിച്ച അപ്പോസ്തലൻ അയ്യോ, ഒന്നും കേൾക്കണില്ല. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആമേൻ, ആമേൻ, ആമേൻ. വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ, ഗ്ലോറി ടു ജീസസ്. ആമേൻ. അങ്ങനെയാണ് ആ ഒരു ദുഃഖത്തിന്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നത്. നോക്കുക, ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്തെ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്തിനകത്ത് നമുക്ക് നിശ്ചയമായും ഒരു ദൈവിക ആശ്വാസം ഉണ്ടാകും. ഒരു ആമേൻ പറയാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു വാക്കായിരിക്കും, കാരണം അല്ലെങ്കിൽ അനുഭവമുള്ള ഒരു വാക്കായിരിക്കും. ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തിനകത്ത് ഒരു ദൈവിക ആശ്വാസം ഉണ്ടാകും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര കംഫർട്ടായിരിക്കും. ദൈവഹിതപ്രകാരമുള്ള അല്ലെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ഒരു ദുഃഖത്തിനകത്ത് അല്ലെങ്കിൽ ഒരു പരിശോധനയ്ക്കകത്ത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. എന്താണെന്നറിയാവോ? എനിക്ക് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും.
പൗലോസ്ലീഹായുടെ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. കഷ്ടപ്പെട്ട് ചിലടത്ത് മാസങ്ങൾ, ചിലടത്ത് വർഷങ്ങൾ തമ്പടിച്ച് താമസിച്ച് സഭയ്ക്ക് വേണ്ടി പണിയെടുത്ത് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ചില മൂപ്പന്മാരെയൊക്കെ അവിടെ ആക്കി വെച്ചതിന് ശേഷം സഭയ്ക്കകത്ത് ദൈവഹിത പ്രകാരമല്ലാത്ത ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അപ്പോസ്തലന്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന വേദന, അപ്പോസ്തലൻ ഉണ്ടാകുന്നതിനേക്കാൾ ആദ്യം അപ്പോസ്തലനിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാണ് ആ വേദന ഉണ്ടാകുന്നത്. അത് അപ്പോസ്തലനിലേക്ക് വ്യാപിക്കുന്നു. ആ വേദനയുടെ ഒരു ചെറിയ പങ്കാണ് ലേഖനത്തിലൂടെ താൻ സഭയെ എഴുതി അറിയിക്കുന്നത്. അതിനകത്തുണ്ടായ ആ ഒരു വേദന, അതിനകത്തുണ്ടായ ആ ഒരു ചെറിയ വേദന ഒരു വലിയ മാനസാന്തരത്തിന് വഴിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരികയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വേദനയ്ക്കകത്ത് ദൈവത്തിന്റെ ഒരു വേദന, ശ്രദ്ധിച്ച് കേൾക്കാം, ഒരു വേദന വാസ്തവത്തിൽ കൊല്ലുകയല്ലേ? അല്ലേ? ആണ്. ഒരു വേദന വാസ്തവത്തിൽ കൊല്ലുകയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്ക് ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ആ വേർഡ് ഭയങ്കര പവർഫുൾ ആണ്. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു: ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായിട്ട് ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖം മരണത്തെ ഉളവാക്കുമ്പോ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിച്ച, ഇനി ഞാൻ പറയാൻ പോവാണ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിച്ച അല്ലെങ്കിൽ അനുവദിച്ചു കൊണ്ടിരിക്കുന്ന, ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചിട്ട് ഇപ്പോഴും ആ ദുഃഖം മാറ്റാതെ ഇപ്പോഴും അത് നിലനിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം കൂടെ പറഞ്ഞ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. അതിനകത്തൊരു വലിയ ദൂതുണ്ട്. ഞാൻ പറയുന്നു, ലോകത്തിന്റെ ദുഃഖമോ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം, കേൾക്കുക, സാധാരണ ദുഃഖം വന്നാൽ അല്ലെങ്കിൽ വേദന വരുന്നത് മരിക്കുന്നതിന് സമമാണ്, ഒരു ഡെത്ത് ഫീലിംഗ് ആണ്. അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഇംഗ്ലീഷ് വേർഷനിൽ വായിച്ചത്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം ജീവൻ ഉളവാക്കുന്നു, ലോകത്തിന്റെ ദുഃഖമോ മരണം ഉളവാക്കുന്നു. നമുക്ക് ദുഃഖം ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കാനുള്ള കാരണവും അതിന്റെ പിന്നിലത്തെ പവർ എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം നേരെ ലോകത്തിന് ഓപ്പോസിറ്റാ. എത്ര ഉത്സാഹം, 1; എത്ര പ്രതിവാദം, 2, 3; എത്ര നീരസം, 4; എത്ര ഭയം, 5; എത്ര വാഞ്ച, 6; എത്ര എരിവ്, 7; എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ഒരു ദുഃഖവും ജനിപ്പിക്കുന്നില്ല, എല്ലാ ദുഃഖവും മരിപ്പിക്കുന്നതേ ഉള്ളൂ. ലോകപ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം, നിങ്ങളുടെ ഒരു സ്നേഹിതൻ അപ്രതീക്ഷിതമായി നിങ്ങളോട് പിണങ്ങി, അവൻ നിങ്ങളെ വിട്ടേച്ചും പോയി, നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ലോകപ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം നിങ്ങളെ മരിപ്പിക്കുന്നു. അന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെന്നില്ല, അന്നത്തെ ദിവസം നിങ്ങൾ മീറ്റിങ്ങിന് കൂടണമെന്നില്ല. നിങ്ങളുടെ ഒരു പേഴ്സ് കളഞ്ഞുപോയി, ലോകപ്രകാരമുള്ള ഒരു ദുഃഖം, അന്നത്തെ ദിവസം നിങ്ങൾ മീറ്റിങ്ങിന് കൂടണമെന്നില്ല. ആ ഒരു വേദന മാറാൻ നിങ്ങൾക്ക് ഒത്തിരി ദിവസം എടുക്കും. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണി അതിനകത്തുണ്ടായിരുന്നു. നിങ്ങളുടെ ATM കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഇത് ഞാൻ വീണ്ടും ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഞാൻ എത്രത്തോളം പെയിൻ സഫർ ചെയ്യണമെന്നുള്ള ദുഃഖം, ലോകപ്രകാരമുള്ള ഡോക്യുമെന്റ്സിന് വേണ്ടിയിട്ടുള്ള ആ ദുഃഖം നിങ്ങളെ മരിപ്പിക്കുന്നു. നിങ്ങളുടെ സന്തോഷം മരിപ്പിക്കുന്നു, വിശ്വാസം മരിപ്പിക്കുന്നു, നിങ്ങളുടെ ഉത്സാഹം മരിപ്പിക്കുന്നു. എന്നാൽ എനിക്ക് അത്ഭുതം തോന്നുന്നു, ഈ ദൈവവചനം വായിച്ചിട്ട് ദൈവം അറിഞ്ഞുകൊണ്ടുള്ള
ഒരു ദുഃഖമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ലോകത്ത് സംഭവിക്കുന്നതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ലോകത്ത് നടക്കുന്നതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഈ ദൈവവചനം, ഞാൻ അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്, അപ്പോസ്തലന്റെ ലേഖനം എന്ന ഒരു വാക്കിൽ നിന്ന് ദൈവത്തിന്റെ വചനം എന്ന ഒരു വാക്കിലേക്ക് പോകാനാണ് ദൈവാത്മാവ് എന്നെ ഉത്സാഹിപ്പിക്കുന്നത്. കാരണം ഈ ദൈവവചനം ഇത് ദൈവവചനമായതുകൊണ്ടും ഇത് ദൈവിക താക്കീതായതുകൊണ്ടും മാത്രമാണ് ഈ ഉപദേശങ്ങൾ ചിലരെ കൊല്ലുമ്പോൾ, ആമേൻ, തെറ്റ് തിരുത്തുന്നത് ചിലർക്ക് അനിഷ്ടം വരുമ്പോൾ, ഇവിടെ ഇത് ദൈവഹിതപ്രകാരമുള്ള ഒരു ദൈവവചനമായതുകൊണ്ടാണ് അപ്പോസ്തലൻ 7 തരത്തിലുള്ള ജനനങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഈ ദൈവവചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദൈവിക കുറ്റപ്പെടുത്തലിനായി, ഈ ദൈവത്തിന് അനുതാപം കൊണ്ടുവരുന്ന വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപേ, 5 വർഷം, 10 വർഷം, 20 വർഷം, 40 വർഷം മുൻപേ ഈ തെറ്റ് തിരുത്തുന്ന, തെറ്റുണർത്തുന്ന ഈ ദൈവവചനം നമ്മുടെയൊക്കെ കൈകളിൽ എത്തിയതാണ്. നാം ഇന്നത്തെ ദിവസം മരിച്ചു പോകാതെ പല മേഖലയിലും ജീവനുള്ളവരായിരിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റ് എന്നെ കുറ്റപ്പെടുത്താതെ എനിക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വചനം, ഞാൻ ചെയ്യാനുള്ള കടമകൾ എന്നെ കുറ്റപ്പെടുത്താതെ എന്നെ ഉണർത്തിയ ദൈവത്തിന്റെ വചനം, എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ എനിക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ വചനം, എന്നിൽ കിടക്കുന്ന ആത്മീയ ജീവനെ എനിക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ വചനം. സഭയിൽ ചിലർ ആത്മീയ ജീവൻ കൊണ്ടു നടക്കുമ്പോഴും അവരിലിരിക്കുന്നത് ദൈവത്തിന്റെ ജീവനാണെന്ന് തിരിച്ചറിയാതെ മരണം സഭയ്ക്കകത്ത് കൊണ്ടുവരുന്ന ജഡിക പ്രവൃത്തികൾക്ക് സഭയ്ക്കകത്ത് ഇടം കൊടുത്തു എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇടം കൊടുത്തിട്ടും അതിനെ തട്ടിവിലക്കാതെ ആത്മീയ മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന, പൈശാചിക ബന്ധനങ്ങളെ തകർക്കുന്ന അപ്പോസ്തലന്റെ ലേഖനത്തിനകത്ത് വ്യാപരിച്ചത് ഒരു മനുഷ്യന്റെ ആത്മാവല്ല, പ്രത്യുത ഒരു ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവം സ്ഥാപിച്ച ദൈവത്തിന്റെ ആലയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചു പറയുന്നു, ദൈവം സ്ഥാപിച്ച നിങ്ങളുടെ ദൈവഭവനത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം സ്ഥാപിച്ച നിങ്ങളുടെ ശരീരത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിന്റെ ആത്മാവ് മരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും ദൈവത്തിന്റെ ആത്മാവിന് മരണമില്ലാത്തത് കൊണ്ടും ലോകപ്രകാരം കൊണ്ടുവരുന്ന ദുഃഖത്തിന് അവിടെ സ്ഥാനമില്ല. ദൈവാത്മാവ് തന്നെ അതിനെ റിബ്യൂക്ക് ചെയ്യാനും, ദൈവാത്മാവ് തന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനും, ദൈവാത്മാവ് തന്നെ അതിനെ കില്ല് ചെയ്യാനുമായിട്ട് ഉത്സാഹിക്കുന്നത് കൊണ്ട് ഈ ദൈവാത്മാവിൽ ചാലിച്ച ദൈവവചനം അപ്പോസ്തലന്റെ കയ്യൊപ്പിനാൽ അത് കൊരിന്ത് സഭയിലേക്ക് എത്തിയപ്പോൾ ദൈവാത്മാവിൽ തന്നെ എഴുതി വെക്കുകയാണ്, എന്റെ വചനം നിങ്ങളെ ദൈവഹിതപ്രകാരം ദുഃഖിപ്പിച്ചെങ്കിൽ. എന്റെ പൊന്നു സഹോദരി, ആ വീട്ടിനകത്തുള്ളത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. അതിന്റെ തെളിവിതാണ് ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. 2, ഇത്രയും ദുഃഖം നിങ്ങൾ സഫർ ചെയ്യുമ്പോഴും നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുന്നു. അടുത്ത വേർഡ് ഇതാണ്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. നോക്ക്, ദൈവത്തെ അറിഞ്ഞതിന് ശേഷമുള്ള ദുഃഖങ്ങൾ ദൈവഹിതമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷമുള്ള ദുഃഖം ദൈവഹിതമാണ്. പരിശുദ്ധാത്മ നിറവിൽ ആരാധിക്കുമ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ദുഃഖം ദൈവഹിതമാണ്. കാരണം ആ ദുഃഖം, ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം, എത്ര ഉത്സാഹം. ഇന്നും ദുഃഖമില്ലാത്തതുകൊണ്ടാണോ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്തേ? ഇന്നും ദുഃഖമില്ലാത്തതുകൊണ്ടാണോ നമ്മുടെ മോർണിംഗ് പ്രയറിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നേ? ഇന്നും വിഷയങ്ങളില്ലാത്തതുകൊണ്ടും പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടും പ്രതിസന്ധികൾ ഇല്ലാത്തതുകൊണ്ടുമാണോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നേ? അപ്പൊ അതിനകത്ത് നിങ്ങൾക്കറിയാമോ അറിയില്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ദൈവത്തിനറിയാം. നിങ്ങൾക്കകത്ത് ഒരു വിശ്വാസമുണ്ട്, ഒരു ഉത്സാഹമുണ്ട്. എന്താണെന്നറിയാമോ? പ്രാർത്ഥിച്ചാൽ എനിക്ക് നീക്കുപോക്കുണ്ട്. ഇതാണ് അപ്പോസ്തലൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നിങ്ങൾക്ക് അല്പസമയത്തേക്ക് വന്നു എങ്കിലും എത്ര ഉത്സാഹം, ഓ ജീസസ്, എത്ര പ്രതിവാദം. ഈ പ്രതിവാദം ആരോടാന്നറിയാവോ? ഡിഫൻഡറോടാണ് പ്രതിവാദം. കൂടുതൽ അങ്ങോട്ട് കയറുന്നില്ല. 3, എത്ര എരിവ്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏതോ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സംസാരിച്ച് നിന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ ആഗ്രഹം ഈ രീതിയിൽ മുമ്പോട്ട് പോകുന്നതാണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ അങ്ങോട്ട് ഉയരുന്നതിന് ഞാൻ അതിനെതിരൊന്നും അല്ല.
ദൈവം ഇനി അനുഗ്രഹിച്ച ഇനി ഉയരാൻ ഞാൻ തയ്യാറാ. പക്ഷേ പ്രാർത്ഥിക്കാനൊക്കെ ഇച്ചിരി സബ്ജക്റ്റ് വേണം. ആ വാക്കിനോട് ഒക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിക്കാനൊക്കെ ഇച്ചിരിയൊക്കെ കാര്യം ഉണ്ടെങ്കിലേ നമ്മുടെയൊക്കെ എരിവിച്ചിരി കയറി നിൽക്കത്തുള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചാലുടൻ അങ്ങ് സക്സസ് ആയി, എല്ലാ കാര്യങ്ങളും അങ്ങ് പ്രാർത്ഥിച്ചാലുടൻ ഓക്കെ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ള മതിപ്പും അങ്ങ് പോവും, പ്രാർത്ഥിക്കാനുള്ള എരിവും അങ്ങ് നഷ്ടപ്പെടും. ഇച്ചിരിയൊക്കെ കാര്യം ഉണ്ടെങ്കിലേ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പിടിച്ചു നിൽക്കുള്ളൂ. അത് കർത്താവിന് നന്നായിട്ട് അറിയാം. അപ്പൊ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എത്ര ഉത്സാഹം! സത്യമാണ്, ദൈവഹിതപ്രകാരം ചില ദുഃഖങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉത്സാഹത്തിന് മടുപ്പില്ലാത്തത്. നിങ്ങൾക്ക് എന്നും ചിക്കൻ ബിരിയാണിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക, എന്നും നിങ്ങൾക്ക് അൽഫാമാണെന്ന് വിചാരിക്കുക, എന്നും മന്തിയാണെന്ന് വിചാരിക്കുക, ആരുടെയോ വായിൽ പുതിയ ബോട്ടിറങ്ങി. ആമേൻ. ഒരു വല കൊടുക്കുക മാത്രമേ വേണ്ടൂ. പ്രൈസ് ടു ജീസസ് എന്നുമാണെന്ന് വിചാരിക്കുക. എന്റെ പൊന്നു സഹോദരങ്ങളെ, 3-ാം ദിവസം പോവാശ്രയം അവിടുന്ന് മുമ്പിൽ കൊണ്ടുപോയി കാണിച്ചു തരാന്ന് പറഞ്ഞാൽ കൃത്യം 3-ാം ദിവസം നിങ്ങൾ എന്നെ വിളിക്കും, പാസ്റ്ററെ വാഴയിലയിട്ട ഊണ് കിട്ടുന്ന സ്ഥലം വല്ലതും ഉണ്ടോന്ന്. ഞാൻ ഉള്ള സത്യം തുറന്നു പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ കഴിഞ്ഞ മാസം ഒരു 2-3 ദിവസം അടുപ്പിച്ച് ബിരിയാണി കഴിക്കാനുള്ളൊരു വകുപ്പുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒരിടത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടത് തന്നെ കേട്ടോ, കിട്ടിയതാണ്. ഉള്ള സത്യം തുറന്നു പറയാലോ, ഞാൻ സത്യമായിട്ട് ഇവിടെ എങ്ങാനും പഴങ്കഞ്ഞി ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചായിരുന്നു. കാരണം മടുത്തു പോകും നമുക്ക്, ഒരു നേരം കഴിക്കുന്നത്. പക്ഷെ നമുക്ക് അതിനകത്ത് ഒരു മടുപ്പുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ലാവിഷ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. അത് മനുഷ്യ സഹജമാണ്. എല്ലാ ദിവസവും സന്തോഷം അല്ല, എല്ലാ ദിവസവും ദുഃഖവുമല്ല. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്നുള്ളത് തിരുവെഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. മനുഷ്യപുത്രനാകുന്ന യേശു ക്രിസ്തു, തിരുവെഴുത്ത് പറയുന്ന വാക്കാണ് മനുഷ്യപുത്രൻ. ദൈവപുത്രൻ എന്നും തിരുവെഴുത്തിൽ പറയുന്നു. ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതും ഇതേ രീതിയിൽ തന്നെയാണ്, സുഖ ദുഃഖ സമ്മിശ്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ദൈവഹിത പ്രകാരമുള്ള ദുഃഖങ്ങൾ എന്തിനെന്നറിയാമോ? നിന്റെ എരിവ് കുറയ്ക്കാനല്ല, നിന്റെ എരിവ് കൂട്ടാനാണ്. എന്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കും എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്റെ ജീവിതത്തിൽ വന്ന ഓരോ ദുഃഖങ്ങളും സഹനങ്ങളും വേദനകളും നിരാശകളും നഷ്ടങ്ങളുമാണ് ഇത്രയും എരിവുള്ള ഒരു വ്യക്തിയാക്കി ദൈവം എന്നെ മാറ്റിയത്. നിങ്ങളെയും എന്നെ കാണുന്ന എല്ലാ സഹോദരങ്ങളെയും, പ്രായം കുറഞ്ഞവരെയും കൂടിയവരെയും എല്ലാവരെയും കർത്താവ് എരിവുള്ളവരാക്കി മാറ്റിയത് ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ദുഃഖമാണ്. എന്നെയും നിങ്ങളെയും ഒക്കെ ഒത്തിരി വിശ്വാസ വീരന്മാരാക്കി മാറ്റിയത് ഇതുപോലെ ചില പ്രതിവാദത്തിനു വേണ്ടി ദൈവം നിർത്തിയപ്പോഴാണ്. വചനം പറയുന്ന 7 തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് പറയുന്നത് ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്തിൽ. എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം. കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദര തുല്യനായി ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എനിക്ക് ഇട്ടുകരയാണ്. എടാ, ഇപ്പൊ പഴയതുപോലെ ഓൾ നൈറ്റ് പ്രെയർ നടത്തുന്നില്ലേ? ഞാൻ പറഞ്ഞു നടത്തുന്നുണ്ട്, എനിക്ക് ലിങ്ക് ഒന്ന് ഇട്ട് തരാമോ? അതിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ അറിഞ്ഞു പുള്ളി ഇപ്പോൾ ഭയങ്കര സ്ട്രഗിൾസിനകത്തൂടെ കടന്നു പോവുകയാണ്. ചില ദിവസങ്ങളിൽ പുള്ളിയെ പ്രത്യക്ഷപ്പെടുന്നത് കാണാം, ചില ദിവസം ആളെ കാണാനില്ല. ആ സമയം വിളിക്കുമ്പം ഭയങ്കര ബിസിയാണോ, ഇപ്പോൾ ഭയങ്കര ലാവിഷായിട്ടുള്ളൊരു ലൈഫായി വരുമ്പോൾ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കത്തക്ക കാര്യമൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ ആള് സൈൻ ഔട്ട് ആവും. ആമേൻ. പ്രത്യേകിച്ച് വല്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ലിങ്കിന് വേണ്ടി പുറകെ നടക്കും, സൈൻ ഇൻ ആവും. വീണ്ടും ആ പ്രശ്നം സോൾവ് ആയി കഴിയുമ്പോൾ സൈൻ ഔട്ട് ആവും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അങ്ങനെ വന്നും പോയി സീസണലായിട്ടുള്ള ഒരു ബിലീവറായിട്ടല്ല എന്നെ നിങ്ങളെയും കർത്താവ് കണ്ടേക്കുന്നത്. ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? സീസണലായിട്ടുള്ള ബിലീവറായിട്ടല്ല, വസന്തകാലം, ശൈത്യകാലം, ഇങ്ങനെയുള്ള ബിലീവറായിട്ടല്ല. ആ കാലം പോവും, ഈ കാലം വരും, ഈ കാലം കഴിയും, ആ കാലം വരും. അങ്ങനത്തെ ബിലീവറായിട്ടല്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ള അഭിഷേകം ദൈവം പകർന്നിരിക്കുന്നത്. തിങ്കളാഴ്ച ഇടും, വെള്ളിയാഴ്ച എടുക്കും, ഞായറാഴ്ച പകുതി ഇടും, ചൊവ്വാഴ്ച പിന്നെ ബാക്കി പകുതി ഇടും. അങ്ങനെ സീസണലായിട്ടല്ല ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. കർത്താവ് ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പോറിംഗ് എന്നതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയും സീസണൽ ആകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സീസണൽ ബിലീവറെ അല്ല ദൈവം നോക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ പറയുന്നു എത്ര ഉത്സാഹം. ആ ദുഃഖം കൊണ്ടുവരുന്ന ഉത്സാഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം. എന്തിനോടാ നീരസം? പാപത്തോടാണ് നീരസം, അഴിമതിയോടാണ് നീരസം, അകൃത്യത്തോടാണ് നീരസം, അസത്യത്തോടാണ് നീരസം. പ്രൈസ് ടു ജീസസ്. എത്ര നീരസം, എത്ര ഭയം.
അഭിഷേകം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, ഈ ഭയങ്ങളാണ് നമ്മയൊക്കെ, ദൈവഹിതപ്രകാരമുള്ള ഭയങ്ങൾ, ഹെൽത്തി ഫിയേഴ്സ്, അതാണ് നമ്മെ പലതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. ഇതൊക്കെ എനിക്ക് ഒന്ന് നിന്ന് പറയണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയം പോരാ. ആമേൻ. നോക്കുക, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, ഈ സത്യം അറിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള ദാഹം, എത്ര വാഞ്ച. ആമേൻ, ആമേൻ, ആമേൻ. എത്ര എരിവ്, ആമേൻ, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. അപ്പോസ്തലന്റെ ഒരൊറ്റ ലേഖനത്തിൽ കൊല്ലുന്ന വാക്കുകളും കൊല്ലുന്ന ആത്മാവുമല്ലായിരുന്നു, ആ ഒരു ലേഖനത്തിൽ ജീവിപ്പിക്കുകയും ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വികാരമായിരുന്നു. ഈ വികാരമാണ് മരിച്ചുപോയ എന്നെയും നിങ്ങളെയും ഇന്നും ജീവിപ്പിച്ചിരുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിനാൽ അല്ലെങ്കിൽ ദൈവഹിതത്താൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ദുഃഖങ്ങളാണ് ഈ 7ഓളം കാര്യങ്ങളിൽ നമ്മെ ഇന്നും ജീവനും ചൈതന്യവും ഉള്ളവരാക്കിയിരിക്കുന്നത്. ഇന്നും എരിവ് നഷ്ടപ്പെടാത്ത എന്താണെന്നറിയാമോ? പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, നീ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖം ദൈവം അറിയുന്നത് കൊണ്ടാണ്. എന്നെ കേൾക്കാൻ ആരുമില്ല എന്നും എന്റെ പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവവും ഇല്ല എന്നും ഒക്കെ പരിതപിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന കഷ്ടതകളും, ഞങ്ങൾ ഈ അനുഭവിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും, ഞങ്ങൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിർഭാഗ്യാവസ്ഥയൊന്നും അറിയുന്ന ഒരു ദൈവവും ഇല്ലേ, ഒരു ദൈവവും എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ എനിക്കറിയാം, എന്നോട് ചോദിച്ചിട്ടുണ്ടവർ. ആമേൻ. എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ആകാശത്തെ സൃഷ്ടിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ നിന്നെ കാണുന്നത് കൊണ്ടും നിങ്ങളെ അറിയുന്നത് കൊണ്ടുമാണ് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ട് 7ഓളം കാര്യങ്ങളെ അവൻ നിന്റെ ജീവിതത്തിൽ ജനിപ്പിച്ചിട്ടിരിക്കുന്നത്. ഈ 7 കാര്യം ദൈവം ജനിപ്പിച്ചില്ല എങ്കിൽ ലോകം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ദുഃഖത്തിലൂടെ സകലതും സമാപ്തിയായി തീരും. ലോകം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ദുഃഖത്തിലൂടെ സകലത്തിനും നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടി വരും. ലോകം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ദുഃഖത്തിലൂടെ മരണം അതിനെ കീഴടക്കും. അതാ വേദപുസ്തകം പറയുന്നത്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖമോ നമ്മെ ജീവിപ്പിക്കുന്നു, ലോകപ്രകാരമുള്ള ദുഃഖമോ മരണം കൊണ്ടുവരുന്നു. ഇന്ന് രാത്രിയിലും ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് ഇത്രയും എരിവ്, ഇത്രയും അഭിഷേകം, ഇത്രയും പ്രാർത്ഥനയിലുള്ള വിശ്വാസം, ഇത്രയും പിശാചിനോടുള്ള നിങ്ങളുടെ വാശിയും പോരാട്ടവും, പിശാചിനെ തകർക്കണമെന്നും അന്ധകാര ശക്തികളെ ബന്ധിക്കണമെന്നും ഇരുട്ടിന്റെ പ്രവൃത്തികൾ അഴിയണമെന്നും ഒക്കെയുള്ള നിങ്ങളുടെ ആ ഉത്സാഹം, ആ വാഞ്ച, ആ പ്രതിവാദം, ശത്രുവിനോടുള്ള നീരസം, ആമേൻ, ആമേൻ, ദൈവത്തോടുള്ള സ്നേഹത്തോടെയുള്ള ഭയം, ഇതെല്ലാം നിങ്ങളിൽ ഉളവാക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് കൊണ്ടാണ്. ഈ ദുഃഖമാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചില വ്യക്തികളെ കൊണ്ടുവന്നത്. ഈ ദുഃഖമാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചില വ്യക്തികളെ, ജാതികളെ കൊണ്ട് നിരത്തിയിരുത്തിയത്. പത്രോസിനോട് ദൈവാത്മാവ് കൽപ്പിച്ചു, ദൂതന്റെ രൂപത്തിൽ, പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ, കൊർന്നല്യോസിന്റെ രൂപത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നോട് ഉണർത്തിച്ചു. ആമേൻ. ഇവിടുന്ന് ഇത്രയും കിലോമീറ്റർ ദൂരെയുള്ള ജനത്തിന് ദൈവഹിത പ്രകാരമുള്ള ചില ദുഃഖങ്ങളുണ്ട്. എന്നാൽ അവരെ ജനിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഒരു ആത്മപകർച്ച ആവശ്യമാണ്. അതുകൊണ്ട് നീ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പോകണം. യഹൂദർക്ക് മറ്റു മതസ്ഥരുമായി ബന്ധമില്ലാതിരിക്കുമ്പോൾ, സമ്പർക്കമില്ലാതിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഏക ശബ്ദത്തിൽ അപ്പോസ്തലൻ ഇറങ്ങി പുറപ്പെട്ടു. ശിമോൻ പത്രോസ് ഇറങ്ങി പുറപ്പെട്ട് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പോയി. ആമേൻ. നമുക്ക് വേണ്ടി ജനിച്ച്, ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ആമേൻ ജീവനുള്ള തിരുവെഴുത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജാതികളുടെ മേൽ ദൈവാത്മാവ് വ്യാപരിച്ചു. ജാതികളുടെ മേൽ ദൈവാത്മാവ് വ്യാപരിച്ചു. അന്നുവരെ അവർ കരുതിയത് ഈ ദുഃഖം എന്നെ കൊല്ലാനാണ്, ഈ ദുഃഖം എന്നെ തീർക്കാനാണ്, ഈ അവസ്ഥ എന്നെ നിഷ്ഫലനാക്കാനാണ്, ഇപ്പോൾ ഈ വന്ന ദുരന്തം, ഇപ്പോൾ ഈ വന്ന ക്ഷാമം എന്നെ മുടിക്കാനാണ്. പക്ഷേ അപ്പോസ്തലന്റെ വായിൽ നിന്ന് പുറത്തേക്ക് പോയ ദൈവവചനത്തിനകത്ത് വ്യാപരിച്ച യേശുക്രിസ്തുവിന്റെ ആത്മാവ് ജനത്തെ സ്വാധീനിച്ചപ്പോൾ അവരൊക്കെ ആള് മാറിയവരെ പോലെ സ്വർഗീയ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഈ ദൈവത്തിന്റെ ഭാഷ നിന്റെ നാവിൽ കൊണ്ടുവന്നത് നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞ ചില ദുഃഖ സംഭവങ്ങൾ തന്നെയല്ലേ? ഈ ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ മഹത്വവും ശക്തിയും ജീവനും നമ്മുടെയൊക്കെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നത് ഇതുപോലെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി ദൈവസന്നിധിയിൽ താണുവീൺ അപേക്ഷിപ്പാൻ ദൈവം പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കിച്ചപ്പോഴല്ലേ? ഈ സ്വർഗീയ ഭാഷകളെ ഇന്നും നമ്മൾ യഥേഷ്ടം സംസാരിച്ചുകൊണ്ട് നടക്കുന്നതും ഒരു ദുഃഖവും വേദനയും ഭാരവും ഒരു പോരാട്ടവും വന്നാലും സ്വർഗീയ ഭാഷയിൽ ഏറ്റവും അധികം
സംസാരിക്കുന്നതിന്റെ പിന്നിലെ ഛേദോവികാരം നമ്മയൊക്കെ ദുഃഖത്തിൽ ആഴ്ത്തി എന്ന കാരണങ്ങൾ തന്നെയല്ലേ? ഞാൻ ദുഃഖത്തിലാണ് എന്നുള്ള തിരിച്ചറിവല്ലേ ഈ സ്വർഗീയ സന്തോഷം എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്? ഞാനൊരു പോരാട്ടത്തിനകത്താണെന്നുള്ള തിരിച്ചറിവല്ലേ ഈ സ്വർഗീയ കൂട്ടുകെട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തത്? ഞാൻ എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവും, ഞാൻ എവിടെയൊക്കെ അവഗണിക്കപ്പെടുന്നു എന്നും, ഞാൻ റിജക്റ്റഡ് ആകുന്നു എന്നും, എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല എന്നുമുള്ള തിരിച്ചറിവ് തന്നല്ലേ ഫലം പുറപ്പെടുവിക്കുന്ന സ്വർഗത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഉപവസിക്കാൻ എന്നെയും നിങ്ങളെയും തയ്യാറാക്കിയത്? യേശുവിന്റെ നാമത്തിൽ ഈ ദുഃഖം നിന്റെ മരണത്തിനായിട്ടല്ലെന്ന് ആത്മാവ് പറയുന്നു. ഈ ദുഃഖവും നിന്റെ പരാജയത്തിനായിട്ടല്ലെന്ന് ആത്മാവ് പറയുന്നു. ഈ പോരാട്ടവും നിന്നെ മുടിക്കാനല്ലെന്ന് ആത്മാവ് പറയുന്നു. ഈ വേദനയും ഈ സംഘർഷവും ഈ വഴക്കും ഒന്നും നിന്നെ തകർക്കാനല്ലെന്ന് ആത്മാവ് പറയുന്നു. നിന്റെ എരിവ് ഇനിയും വർദ്ധിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ഉത്സാഹം ഇനിയും വർദ്ധിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ അഭിഷേകം വർദ്ധിപ്പിക്കാൻ ഈ ദുഃഖത്തെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. ലോകത്തിന്റെ ദുഃഖം മരണം കൊണ്ടുവരുമ്പോൾ ദൈവത്തെ അറിയുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ദുഃഖവും ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഗ്ലോറി ടു ജീസസ്. ഒരു ലുദിയയെ ദൈവത്തെ അറിയുമാറാക്കിയത് ആ ലുദിയയിലൂടെ കുടുംബം മുഴുവനും ദൈവത്തെ അറിയാനാക്കണം. ഒരു ലുദിയയെ ദൈവത്തെ അറിയുമാറാക്കിയത് ആ ലുദിയയിലൂടെ ദൈവത്തെ അറിയാൻ, ആ ലുദിയയിലൂടെ കുടുംബം മുഴുവനും ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നതുപോലെ താങ്കൾ എന്ന വ്യക്തി ഇന്ന് ഈ ദുഃഖം അനുഭവിക്കുന്നത് താങ്കളിലൂടെ ഒരു കൂട്ടം ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വർഗീയ സന്തോഷമില്ലേ, ഇത് ആ വ്യക്തിയും അനുഭവിക്കണ്ടേ? നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദൈവിക സ്വസ്ഥതയില്ലേ, ഇത് ആ വ്യക്തിയും അനുഭവിക്കണ്ടേ? നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദൈവിക ഉറപ്പില്ലേ, ഇത് ആ വ്യക്തിക്കും ഉണ്ടാകണ്ടേ? യേശുവിന്റെ നാമത്തിൽ നീ ചില വഴികളിലൂടെ കടന്നു പോകുമ്പോഴാണ് മറ്റു വ്യക്തികളെ ആ വഴികളിലൂടെ കൊണ്ടുപോകാൻ പ്രാപ്തനാകുന്നത്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖം ദൈവഹിത പ്രകാരമാണോ? എങ്ങനെ അറിയാം? ഉത്സാഹം നഷ്ടപ്പെടാത്തൊരു പ്രാർത്ഥനയുണ്ടാകും. എപ്പോഴും ദൈവ സാന്നിധ്യത്തോട് ഒരു ഭയവും അതേസമയം ഒരു അനുസരണവും ഉണ്ടാകും. ഭയങ്കരമായിട്ടുള്ള ഒരു സാത്താനീയ പോരാട്ടത്തെ ചെറുക്കാനുള്ള ഒരു നീരസവും ഒരു പ്രതിവാദവും നമ്മുടെ ഉള്ളത്തിലുണ്ടാകും. പിശാചിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ അതിനെ തകർക്കാതെ സ്വസ്ഥതയില്ലാത്തൊരു അനുഭവം ഉണ്ടാകും. എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളൊരു മനോഭാവം ഉണ്ടാകും. പുതുവചനങ്ങൾ കേൾക്കണമെന്നുള്ളൊരു മനോഭാവം ഉണ്ടാകും. ഇതൊക്കെ താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖം ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവം അറിഞ്ഞിട്ടാണ് ആ ദുഃഖമെങ്കിൽ അതിനോടുകൂടെ ദൈവിക സംരക്ഷണവും ഉണ്ടാകും. ദൈവം അറിഞ്ഞിട്ടാണ് ഈ കണ്ണുനീരെങ്കിൽ, ദൈവം അറിഞ്ഞിട്ടാണ് ഈ റിജക്ഷൻ എങ്കിൽ, ദൈവം അറിഞ്ഞിട്ടാണ് ഈ കഷ്ടതയെങ്കിൽ, ദൈവം അറിഞ്ഞിട്ടാണ് ഈ ഓട്ടമെങ്കിൽ, ദൈവം അറിഞ്ഞിട്ടാണ് ഈ വലച്ചിലെങ്കിൽ, ഇതിനെല്ലാം ദൈവത്തിന്റെ സംരക്ഷണം കൂടെ ഉണ്ടാകും. ഇതിനെല്ലാം ദൈവത്തിന്റെ കാവൽ കൂടെ ഉണ്ടാകും. നീ വീണുപോകത്തില്ല. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ 3 ദിവസം വഴിദൂരമുള്ള സ്ഥലത്തേക്ക് അപ്പോസ്തലനെ ദൈവം അയച്ചത് എന്തിനെന്നറിയാമോ? അവിടെ ആത്മാവിൽ മരിച്ചിരിക്കുന്ന, ലോകപ്രകാരം ദുഃഖത്തിൽ മരിച്ചിരിക്കുന്ന ജനത്തെ ദൈവഹിതപ്രകാരം അവരെ ഒന്ന് ജീവിപ്പിക്കാനാണ്. യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ ഇങ്ങനെയാണ് പറയുന്നത്. ആകയാൽ അപ്പോസ്തല പ്രവൃത്തി 10:17 ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ ദൈവം അവർക്കും കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാനാര്? യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിന്റെ പ്രാർത്ഥനയെ തടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉപവാസത്തെ തടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിഷേകത്തെ തടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് എക്സ് ഓർ വൈ, അത് പിശാചായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ, തടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന ദൈവിക സന്തോഷത്തെ തടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വേദപുസ്തകം ഒരു ചോദ്യചിഹ്നമിട്ട് പറയുന്നു, അങ്ങനെ തടുക്കാവുന്നവൻ ഇല്ല, അങ്ങനെ തടുക്കാവുന്ന മനുഷ്യനും ഇല്ല, അങ്ങനെ തടുക്കാവുന്ന പിശാചുമില്ല. ദൈവം അറിഞ്ഞിട്ടുള്ള ഒരു ദുഃഖത്തെ ചൂഷണം ചെയ്ത് അത് ലോകത്തിന്റെ ദുഃഖത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ദൈവ കൃപയാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെയും നിന്റെ വിശ്വാസത്തെയും മരണത്തിലോട്ട് താഴെയിടാൻ വേണ്ടിയിരിക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ട് എന്ന് ദൈവം അറിയുന്ന പക്ഷം ദൈവം അത് നിന്നിലൂടെ തകർക്കും. അങ്ങനെ ഒരു അഭിഷേകമാണ് ദൈവം ഒരു വ്യക്തിയുടെ മേൽ പകർന്നേക്കുന്നത്. ദൈവം അറിയാതെയല്ല ഈ ബുദ്ധിമുട്ട്, ദൈവം അറിയാതെയല്ല ഈ അവസ്ഥ, ദൈവം അറിയാതെയല്ല ഈ വേദന, ദൈവം അറിയാതെയല്ല ഈ ദുഃഖം, ദൈവം അറിയാതെയല്ല ഈ രോഗം. അതിനകത്തും നീ ജീവിക്കുന്നുവെങ്കിൽ, അതിനകത്തും ഉത്സാഹം നഷ്ടപ്പെടുന്നില്ല എങ്കിൽ, അതിനകത്തും ഒരു ദൈവിക സമാധാനം അനുഭവിക്കുന്നുവെങ്കിൽ, അതിനകത്തും ഒരു പൊറുതിയും സ്വസ്ഥതയും വിടുതലും ഭാഗികമായിട്ടെങ്കിലും അനുഭവിക്കുന്നുവെങ്കിൽ, ഈ ദുഃഖം, ഈ കണ്ണുനീർ, ഈ വേദന, ഈ റിജക്ഷൻ
ഹല്ലേലൂയ. ഇത് ദൈവഹിത പ്രകാരമാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ഗ്ലോറി ടു ജീസസ്. എല്ലാ കണ്ണുകളും. കം ഓൺ. റാബാ ഷൽഖാമ റൽബ്രോഹോസിയ. താങ്ക് യു ജീസസ്. ഓൾമൈറ്റി ജീസസ്. താങ്ക് യു ലോർഡ്. റാൽബ്രാ ഷൻഠലമ റൽബ്രോഹോസിയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ ദൈവമക്കളും ഹോറി മമനഗ ബൗഷസിയ പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും പറഞ്ഞേ, കർത്താവേ, ഈ ദുഃഖത്തിനകത്തുള്ള ആ ഒരു ജീവൻ എനിക്ക് നൽകണം, ഉത്സാഹം എനിക്ക് നൽകണം. Come on, everybody. Shadamamadarababa. Brigadaragadagashantuna. Athurala maduraragadashya. Brabalaragadaga. Athuraragadagashantuni. Athuri bibidigadaga. രക്തത്താൽ ജയമെടുക്കും. ഓ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തൊടുന്നു. അന്ന് രാത്രിയിൽ ഒരു വലിയ ദൈവിക ആശ്വാസം. ഓ ഷിമാമാരാൽ ബോഗോസ്കിയാന്തേ ജീസസ്. ഓ റിമാനാബാഷ്യാം ധൂരമഹാസേ. എന്റെ സഹോദരി, ദൈവം നിന്നെ കാണാതല്ല, ദൈവം നിന്റെ ദുഃഖം അറിയാതല്ല, ദൈവം നിന്നെ ഓർക്കാതെയല്ല. ഇതിനകത്ത് ദൈവം നിന്റെ എരിവ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ആത്മീയ ശക്തി ഇതല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്റെ പ്രാർത്ഥനയുടെ സാധ്യത ഇതൊന്നും അല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ ദുഃഖം നിന്നെ പൊറുതിമുട്ടിക്കാനല്ലെന്ന് ദൈവം പറയുന്നു. ഈ ദുഃഖം നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഉടച്ചു കളയാനല്ലെന്ന് ദൈവം പറയുന്നു. തീവ്ര ദുഃഖമാണ് യേശുവിനെ ഗോൽഗോത്ത എന്ന മലയിലേക്ക് കൊണ്ടുചെന്നത്. തീവ്ര ദുഃഖമാണ് യേശുവിനെ പ്രാർത്ഥിക്കാൻ അധികം സജ്ജനാക്കിയത്. തീവ്രമായ ദുഃഖമാണ് യോസെഫിനെ പ്രാർത്ഥിക്കാൻ സജ്ജമാക്കിയത്. തീവ്രമായ ദുഃഖമാണ് ശൗലിനെ പ്രാർത്ഥിക്കാൻ സജ്ജമാക്കിയത്. തീവ്രമായ ദുഃഖമാണ് ഹല്ലേലൂയ, തീവ്രമായ ദുഃഖമാണ് ദാവീദിനെ പ്രാർത്ഥിക്കാനും ദൈവം മാത്രം ആശ്രയമെന്ന് പറയാനും സജ്ജമാക്കിയത്. ദൈവസന്നിധിയിൽ സജീവമായി നിൽക്കാൻ യോഹന്നാനെയും പ്രാപ്തനാക്കിയത് തീവ്ര ദുഃഖമാണ്. ദൈവം അറിയാതെയുള്ള ദുഃഖമല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവം കാണാതെയുള്ള ദുഃഖമല്ലെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു. നീ എന്നെ കാണുന്നില്ലേ കർത്താവേ, നീ എന്നെ കേൾക്കുന്നില്ലേ കർത്താവേ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നു, ദൈവം അറിയാതെ അല്ല നിന്റെ ഈ അവസ്ഥകൾ. ഹന്നയുടെ ദുഃഖം എന്റെ ദൈവം കണ്ടെങ്കിൽ, ഹാഗറിന്റെ കണ്ണുനീർ എന്റെ ദൈവം കണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഹന്നയുടെ ദുഃഖം എന്റെ ദൈവം കണ്ടെങ്കിൽ, ഹാഗറിന്റെ കണ്ണുനീർ എന്റെ ദൈവം കണ്ടെങ്കിൽ, ഗ്ലോറി ടു ജീസസ്. Come on. ലേയയുടെ ദുഃഖം എന്റെ ദൈവം കണ്ടെങ്കിൽ നിന്റെ കണ്ണുനീർ എന്റെ ദൈവം കാണുന്നു. നിന്നെ അധികം ശക്തീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ അധികം അഭിഷേകമുള്ള വ്യക്തിയാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. Come on. റാൽ ബ്രോ സൽഖാമ റിയാന്താര ബ്രിഗദരമ ഹസ്ത പ്രബൗധന റാൽ ബ്രഗദ ഘടക അധുരി റിയാന്തന റിഗദൽ ശംധുനി അത്ഭുത റിയാർത്ഥന രഗദ ശംധുനി. ഇന്ന് രോഗത്താൽ നീ വലയുകയാണോ? കണ്ണുനീരിനാൽ നീ ഉടഞ്ഞു പോകുകയാണോ? നിന്റെ തുരുത്തി നിറഞ്ഞു കവിയുകയാണോ കണ്ണുനീർ കൊണ്ട്? പ്രാർത്ഥിക്കുക. ഒരു വലിയ ഉത്സാഹം ദൈവം നിന്റെ ഉള്ളിൽ അയക്കാൻ പോകുകയാണ്. ഒരു ഭയങ്കര എരിവ് ദൈവം അയക്കാൻ പോകുക. ലോകം കണ്ണ് കാണാൻ കഴിയാത്ത രീതിയിൽ നിന്നെ കരയിക്കുന്ന എരിവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നേ, അതിനെ തകർക്കാനുള്ള ഒരു ദൈവീക ഉന്മേഷവും ഉത്സാഹവും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അയക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവേ, ഞാൻ ഈ ജനത്തിനായി കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ മഹത്വം ഈ ജനത്തെ തൊട്ടതിനായി സ്തോത്രം. ഇവരെ ശക്തീകരിച്ച ദൈവകൃപയ്ക്ക് നന്ദി. ദൈവവചനത്തിനായി സ്തോത്രം. ഈ ജനത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. തിരുനാമം മഹിമപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.